മനസ്സിലാക്കേണ്ട കാര്യം യുഎയിലും മറ്റുള്ള താമസിക്കുന്നവരും അവരുടെ ബന്ധുക്കളും ബന്ധുമിത്രാദികളും ഈ വാറ് എസ്കലേറ്റ് ചെയ്യുകയാണ്, ഇത് പടർന്ന് പിടിക്കുകയാണ്. അതായത് ഇറാൻ അറിയാം എത്രമാത്രം അവർക്ക് മിസൈൽ വിട്ടാലും ഇസ്രായേലിനെ തൊടാൻ പറ്റത്തില്ല, കാരണം അത് ഇൻ്റർസെപ്റ്റ് ചെയ്യും. അതിനെപ്പറ്റി റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളാണ്. ബഹ്റിനിൽ അവർ മിസൈൽ ചെയ്തു, അബുദാബിയിൽ മിസൈൽ ചെയ്തു, ഖത്തറിൽ മിസൈൽ ചെയ്തു, അതേപോലെ തന്നെ കുവൈറ്റിലും. ഇവിടെയൊക്കെ ശരിക്കും ഇന്ത്യക്കാരും മലയാളികളും ഉള്ള പ്രദേശങ്ങളാണിത്. ഒരേ ഒരു കാര്യമാണ് എന്നോട് പറയുവാനുള്ളത്, വാർ എന്ന സാധനം പൊട്ടിപ്പുറപ്പെട്ടു. ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യുകയാണ്, മിനിമം രീതിയിലല്ല. അപ്പം അതിന് തിരിച്ചടിയായിട്ട് ഇസ്രായേലി എയർഫോഴ്സ് വെസ്റ്റേൺ ഇറാനിൽ അറ്റാക്ക് തുടങ്ങി. കാരണം അവിടെ നിന്നാണ് ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളിലോട്ട് മിസൈൽ തൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും അതിനെ ഇല്ലാതാക്കാനും ഇസ്രായേലി എയർഫോഴ്സ്, അതായത് എയർഫോഴ്സ് നേരത്തെ അറ്റാക്ക് ചെയ്തതിൽ മിസൈലാണ് വിട്ടിരിക്കുന്നത്. ഇപ്പോഴവർ കൃത്യമായിട്ട് അവരുടെ എയർക്രാഫ്റ്റുകൾ അറ്റാക്കിംഗ് മോഡിലോട്ട് പോയി. മനസ്സിലാക്കുക, ചില സന്ദർഭങ്ങളിൽ ഏറ്റവും മാരകമായ ബോംബുകൾ വരെ ഇറാൻ്റെ മുകളിൽ ഉപയോഗിക്കാൻ സാധ്യത, കാരണം ഇത് പിടിച്ചു നിർത്തുക എന്നുള്ള സംഭവം. അപ്പോൾ അതിനകത്ത് ഈ ലിമിറ്റഡ് ന്യൂക്ലിയർ വെപ്പൺസ് പോലും ഉപയോഗിക്കാം. അത് മനസ്സിലാക്കുക, കാരണം ലിമിറ്റഡ് രീതിയിലുള്ള ന്യൂക്ലിയർ കാരണം അമേരിക്കയുടെ പല എയർക്രാഫ്റ്റ് കരിയേഴ്സിൻ്റെ അകത്തും അതിൻ്റെ അകത്ത് 5ഓളം എയർക്രാഫ്റ്റ് കരിയറിൻ്റെ അകത്ത് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കാനുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതായത് മിനിമം രീതിയിൽ മനസ്സിലാക്കുക. ഈ പറയുന്ന ഇറാന് വളരെ കൃത്യമായിട്ടറിയാം അവർക്ക് ഈ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തതിൽ അമേരിക്കൻ താവളങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ പരിസരങ്ങളുണ്ട്. UAE ആണെങ്കിലും ഖത്തർ ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ബഹ്റിൻ. അപ്പോൾ ഈ താവളങ്ങൾ ലക്ഷ്യമായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന എക്സാക്റ്റ് സ്ഥലത്തോട്ടായിരിക്കത്തില്ല ഇത് പോകുന്നത്, കാരണം അവർക്ക് അത്ര കൃത്യതയൊന്നുമില്ല അവരുടെ മിസൈൽസിനും ഡ്രോൺസിനും. അത് ചിലപ്പോൾ അതിനടുത്ത് ചിലപ്പോൾ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തൊക്കെയാണ് കയറി വീഴുന്നത്. അതുകൊണ്ട് ആളുകൾ പുറത്തിറങ്ങാതിരിക്കുക, പരമാവധി വീട്ടിലിരിക്കുക, വാഹനത്തിൽ യാത്ര ചെയ്യാതിരിക്കുക, അതേപോലെ ലിഫ്റ്റ് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ബിൽഡിങ്ങിൻ്റെ അകത്ത് ഈ മിസൈൽ വീണ് കഴിഞ്ഞ് ഇതെല്ലാം ഡാമേജ്, ഇലക്ട്രിസിറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പറയുവാനുള്ളത്, ഈ പറയുന്ന ക്രൂഡ് ഓയിൽ ബ്ലോക്കുകളുണ്ട്, അതേപോലെ റിഫൈനറി ഉണ്ട്. അതായത് പലയിടത്തും പല രാജ്യങ്ങൾ, ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ അവർക്ക് ഷിഫ്റ്റ് അവധി കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന അവരും പ്രതീക്ഷിച്ചില്ല. ഇത് അവരുടെ നേരോട്ട് ഈ സംഭവം തിരിയുമെന്ന്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു 10-50 മിസൈൽ ഒരുമിച്ച് ഫയറായി കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് തടുക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ചുമ്മാ ആൾക്കാർ പറയുന്നത്. അതിൻ്റെ അകത്ത് കൃത്യത ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള 90% എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത് അത് പ്രൂവ് ചെയ്ത് ഇസ്രായേലിന് മാത്രമേ ഉള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അമേരിക്ക അവിടുത്തെ ലോക്കൽ ഫോഴ്സുകളും ചേർന്നിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ മാൻ ബിഹൈൻഡ് ദ മിഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഫുള്ളി ഓപ്പറേഷൻ എന്ന് പറയുന്ന അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റുള്ള ഈ പൂർണ്ണമായ, കാരണം ഇത് സാറ്റലൈറ്റിൽ നിന്ന് ഇമേജ് കിട്ടി അതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടാണ് ഈ എയർ ഡിഫൻസ് ബാറ്ററികൾ മൂവ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന ചില ഹൈപ്പർസോണിക് മിസൈൽസും വളരെ സൂപ്പർസോണിക് മിസൈൽസും ഈ പറയുന്ന പോലെ പ്രോപ്പറായിട്ട് ഈ പലതവണ ഒരുമിച്ച് വരുമ്പോൾ ഈ ബാറ്ററി ചിലപ്പോൾ അങ്ങ് ജാമായി പോകും. കാരണം ഇത് ഉണ്ടായിട്ടുണ്ട്, കാരണം ഇസ്രായേലിൽ അത് ഉണ്ടായിട്ടുണ്ട്. അതവർ പറയുകയും ചെയ്തു, കാരണം ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായി. അതിൻ്റെ പേരിലാണ് ഹമാസിൻ്റെ ആക്രമണം അത്ര ശക്തമായിട്ട് 1200 പേര് കൊല്ലപ്പെട്ടത്. അതായത് ഫർദർ എസ്കലേറ്റ് ചെയ്യുമ്പോഴും മനസ്സിലാക്കുക, മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നവരെല്ലാം ശ്രദ്ധിച്ചിരിക്കുക, ഫ്ലൈറ്റ് യാത്ര പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കാരണം അതെല്ലാം നോ ഫ്ലൈ സോൺ എന്ന് പറഞ്ഞാൽ തന്നെ അത് പിന്നെ അവിടെ നിന്ന് ഈ മിഡിൽ ഈസ്റ്റിലോട്ട് പോകുന്നവർ അവർ ആലോചിച്ച് തന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു പോവുക. കാരണം ഇത് കുറച്ച് നാളും കൂടെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ഈ രാജ്യങ്ങളും, അതായത് ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇറാനെതിരെ ഈ അമേരിക്കൻ ഫോഴ്സിൻ്റെ കൂടെ ജോയിൻ്റ് ആയിട്ട് എക്സർസൈസ് ചെയ്യാൻ ബോംബിങ്ങിന് സാധ്യതയുണ്ട്. കാരണം ഇറാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള സംഭവമാണ്. അത് കരുതിയിരിക്കുക.
ഇത് എസ്കലേറ്റ് ചെയ്യുകയാണ്. ഇതൊരു ലിമിറ്റഡ് അല്ല. ഇപ്പോഴത്തെ പോക്കെന്ന് പറയുന്നത് ഇറാന് പിടിച്ചു നിൽക്കുവാൻ വേണ്ടി അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ അവരുടെ ബേസുകളിലോട്ടാണ് ഇവർ മിസൈൽ വിട്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും തടുക്കുവാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. ഈ പറയുന്ന അമേരിക്കൻ ഡിഫൻസ് ഈ ആൻറ്റി മിസൈൽ സിസ്റ്റം പോലും, എയർ ഡിഫൻസ് സിസ്റ്റത്തിന് പോലും, കാരണം അത്രമാത്രം അവർക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ അസറ്റുകളാണ് കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം കരുതിയിരിക്കുക. കാരണം ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലോട്ട് ഈ സംഭവം പോവുകയാണ്. ലിമിറ്റഡ് അല്ല. കാരണം ഈ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഇറാൻ ആക്രമിക്കുമ്പോൾ അവർ ഉദ്ദേശിച്ച സംഭവമുണ്ട്. അവർ തീരുന്നതോടുകൂടി മറ്റുള്ള ഈ അറബ് രാജ്യങ്ങളും തീരണം. കരുതിയിരിക്കുക, വാറാണ്. ഒരിക്കലും വാറെന്ന് പറഞ്ഞത് സമാധാനമല്ല. വാർ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ്. കാരണം ഒത്തിരി പേരുടെ ലൈഫ് പോവും. കാരണം അവരുടെ ജീവിതം നഷ്ടപ്പെടും, അവരുടെ ജോലി നഷ്ടപ്പെടും, അവരുടെ കുടുംബത്തെ ആൾക്കാരെ നഷ്ടപ്പെടും. ഇതൊക്കെ വാറിനകത്തുള്ളതാണ്. കാരണം വാർ പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വാറിനെ എതിർക്കുന്നത്. പക്ഷേ ആവശ്യമുള്ളിടത്ത് ലിമിറ്റഡായിട്ട് ഉപയോഗിക്കാം എന്നുള്ളൊരു കാൽക്കുലേറ്റഡ് ഒരു അസംഷനും അനാലിസിസും എനിക്ക് ഉണ്ടതാണ്. ഇത് പറയാൻ പോകുന്നത്, ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ രാജ്യങ്ങൾ മുന്നോട്ട് വരും. അത് കഴിഞ്ഞ് ഒരു നല്ല വാറിൻ്റെ പ്രതീതിയിലോട്ടങ്ങ് പോകും. ഇതിനകത്ത് ഈ പറയുന്ന ഇറാന് വേണ്ടി ചൈനയോ അതേപോലെ തന്നെ റഷ്യയുടെ സപ്പോർട്ടൊന്നും ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഇനി ഉണ്ടാകാൻ പോകുന്ന ചിലപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. വളരെ മാരകമായ ആയുധങ്ങൾ ഇറാൻ്റെ മുകളിൽ ഇസ്രായേലും അമേരിക്കയും യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അടിച്ചങ്ങ് കത്തിച്ച് തീർത്ത് കളയുക. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. റിജീവിനെ മാറ്റുക മാത്രമല്ല, ഇറാൻ്റെ സൈനിക ശക്തിയെ മുഴുവൻ തീർക്കുക. അതേപോലെ അറിയാൻ സാധിച്ചത് ഇറാൻ്റെ സൈനിക മേധാവി അമീർ ഹസിഫ് അയാളെ കൊന്നു എന്നാണ് പറയുന്നത്. പിന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില ഇറാനിയൻ ലീഡേഴ്സ്, അതായത് മിലിറ്ററി ലീഡേഴ്സും അവരുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനും ഇസ്രായേലി അമേരിക്കൻ ടോം ക്രൂസ് മിസൈൽ കൊണ്ട് അവരുടെയും വെടി തീർന്നു എന്നാണ് അറിയാൻ സാധിക്കും. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകിച്ചും അവിടെ ജോലി ചെയ്യുന്ന മലയാളികളോടും ബിസിനസ് ചെയ്യുന്ന മലയാളികളോടും പരമാവധി വീടിൻ്റെ പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ഇതൊരു വാറെന്ന് പറഞ്ഞത് ഒരു വീടുകളും ഒരു സ്ഥലവും സേഫ് സോണല്ല. ഇത് എവിടാ വന്ന് പതിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ബി കെയർഫുൾ.